ഒരു കാലത്ത് ഉത്തരേന്ത്യയിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പോ നമ്മുടെ കേരളത്തിൽ ഇത്തരം വാർത്തകൾ ഒരു നിത്യ സംഭവമായി മാറുകയാണ്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് പറ്റിയതെന്ന് മനസ്സിലാവണില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വൈകുന്നേരത്ത് അരങ്ങേറിയ കൂട്ടക്കൊല. ഒരു റിപ്പർ മോഡൽ കൊലപാതകമെന്നാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റിപ്പർ മോഡൽ കൊലപാതകം. 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബാംഗങ്ങളെയും സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ആ ഒരു പെൺകുട്ടിയെയും അടക്കം അതിക്രൂരമായിട്ട് കൊല ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണിത് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ, അതും തലസ്ഥാനത്താണ് നടന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ശരിക്കും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. ഈ പയ്യൻ ഈ കൊലപാതകം നടത്തിയിട്ടുള്ള അഫാൻ എന്ന് പറയുന്ന 23-കാരൻ കൊല നടത്തിയതിന് ശേഷം കീഴടങ്ങുകയാണ്. ഇയാൾ വിഷം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കീഴടങ്ങിയതിന് ശേഷം ഇയാൾ പറയുന്നത് കൊലപാതകം നടത്താനുള്ളൊരു കാരണമുണ്ടല്ലോ. ആ കാരണമായിട്ട് ഇയാൾ പറയുന്നതെന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നായിരുന്നു. അതായത് ഈ സാമ്പത്തിക ബാധ്യത ആരും തീർക്കാനില്ലാതെ അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യത ലക്ഷങ്ങളുടെ 75 ലക്ഷത്തോളം ബാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് കാരണമാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. എന്നാൽ ഇയാളുടെ പിതാവ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാം. അദ്ദേഹം പുറത്താണ്, ഗൾഫിലാണ്, ഈ സൗദിയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് നയാ പൈസയുടെ ബാധ്യത തനിക്ക് നാട്ടിലില്ല എന്നാണ്. അപ്പൊ ഇവിടെ തന്നെ ഈ രണ്ട് മൊഴികളിലും, കൊലപാതകം നടത്തിയ ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങളിലും അയാളുടെ പിതാവ് പറഞ്ഞ കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. അപ്പൊ ഇവൻ ഇത്രയും വലിയൊരു ക്രൂരമായ കൊലപാതകം എന്തിനാണ് നടത്തിയത്? ഇവൻ കൊല്ലാനായിട്ട് ശ്രമിച്ചത് ആരൊക്കെയാണ്? ഒന്ന് ഇവന്റെ സ്വന്തം ഉമ്മയാണ്. അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അവരെയാണ് ഇവൻ കൊല്ലാനായിട്ട് നോക്കിയത്. ഇനി ഇവൻ കൊലപ്പെടുത്തിയത് ആരൊക്കെയാണ്? ഇവനെ വിശ്വസിച്ച് ഇവന്റെ കൂടെ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു. ആ പെൺകുട്ടിയാണ് അത് ക്രൂരമായിട്ട് ഇവൻ കൊലപ്പെടുത്തിയത്. അതും മാരകമായിട്ടുള്ള രീതിയിലാണ്. റിപ്പർ മോഡൽ എന്ന് വെറുതെ അല്ല പറയുന്നത്. ഇവൻ ചുറ്റിക കൊണ്ടൊക്കെ അടിച്ച് ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. സ്വന്തം സഹോദരൻ 10, 12, 13 വയസ്സുള്ള കൊച്ചുകുട്ടി, അതിനെ വരെ ഇവൻ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി കളഞ്ഞു. വെഞ്ഞാറമൂടിനൊക്കെ തന്നെ അടുത്തുള്ള പാങ്ങോട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവന്റെ അമ്മുമ്മയുടെ വീട്ടിലെത്തിയിട്ട് ആദ്യം ഇവൻ കൊലപ്പെടുത്തുന്നത് ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീയാണ്. അതിനുശേഷമാണ് പെൺ സുഹൃത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ക്രൂരമായ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഇവൻ അവന്റെ അനിയനെ പുറത്ത് കൊണ്ടുപോയിട്ട് മന്തിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവന് മന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് ആ കുഞ്ഞിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്നത്. ആദ്യം സ്വന്തം ഉമ്മയെ വെട്ടുകയാണ്. ഉമ്മയെ വെട്ടിയതിന് ശേഷം മുറിയിൽ പൂട്ടിയിടുന്നു. എന്നിട്ട് വീടിന്റെ ഗ്യാസ് തുറന്നു വിടുന്നു. 3 പേരെ 3 മുറികളിലിട്ടാണ് ഇവൻ ആക്രമിക്കുന്നത്. വീട്ടിലെത്തി ആരെങ്കിലും ഒരു ലൈറ്റർ ഓൺ ആക്കിയിരുന്നെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുകൂടി വലിയ അപകടം നടക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഇവരാരും രക്ഷപ്പെടരുത് എന്ന രീതിയിലാണ് ഇവൻ ഈ അരും കൊല നടത്തിയത്. ഇവൻ കൊലപ്പെടുത്തിയത് ആരൊക്കെയാണ്? സ്വന്തം സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് അഫ്സാൻ എന്നാണ്. അതുപോലെ തന്നെ ഫർസാന, ഇയാളുടെ സുഹൃത്തെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സൽമ ബീവി എന്ന് പറയുന്നത് ഇവന്റെ അച്ഛന്റെ അമ്മയാണ്. അതുപോലെ ലത്തീഫ് എന്ന് പറയുന്നത് അച്ഛന്റെ സഹോദരൻ. ഷാഹിദ എന്ന് പറയുന്നത് ലത്തീഫിന്റെ ഭാര്യ. 6-മത്തെ ആൾ ഇവന്റെ ഉമ്മയാണ്. മരണപ്പെട്ടില്ല എന്ന് മാത്രം. അവരെയും കൊലപ്പെടുത്താൻ ഇവൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതിൽ പാങ്ങോട് താമസിക്കുന്ന സൽമ ബീവി അച്ഛന്റെ അമ്മയാണ്. വളരെ പ്രായമുള്ളൊരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയാണ്. അവരോട് എന്തിന് ഇവൻ ഇത്രയും ക്രൂരത കാണിക്കണം? അതുപോലെ തന്നെ ഇവന്റെ അച്ഛന്റെ സഹോദരനും ഭാര്യയും, അവരോട് ഈ ക്രൂരത കാണിക്കേണ്ട കാര്യം എന്താണ്? കൊച്ചുകുട്ടിയാണ് സ്വന്തം അനിയൻ. അവനെയും സ്വന്തം ഉമ്മയും വധിക്കാനായിട്ട് അവൻ എന്തിനായിരിക്കും ശ്രമിച്ചത്? ഇവന്റെ സുഹൃത്തിനെ, അവനെ വിശ്വസിച്ച് കൂടെ വന്ന സുഹൃത്ത്, ആ പെൺകുട്ടി, അവളെ എന്തിനായിരിക്കും അവൻ കൊന്നിട്ടുണ്ടാവുക? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇവന്റെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വിഷയം എന്നത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ അരങ്ങേറുന്ന ഇത്തരം സംഭവങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു സാമൂഹിക പഠനം ആവശ്യമാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, സിനിമകളൊക്കെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കൊലപാതകമൊക്കെ വലിയ ഒരു ഹീറോയിസമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കണം. നോക്കടോ, ഒരു ദിവസം ഒരുത്തൻ ചാടി ഇറങ്ങി അങ്ങോട്ട് ഒരു കൂട്ടം മനുഷ്യരെ അങ്ങോട്ട് കൂട്ടക്കൊല നടത്തിയിരിക്കുകയാണ്. ഞാൻ കലാഭൻ മണിയുടെയൊക്കെ ഒരു സിനിമ കണ്ടത് ഓർക്കുന്നുണ്ട്. ഇതുപോലുള്ള കൂട്ടക്കൊല നടത്തിയിട്ടുള്ള ഒരു സിനിമ ഓർക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു മമ്മൂക്കയൊക്കെ അതിനകത്തുണ്ട്. ആ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ റിയൽ ലൈഫിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രം കേരളത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിത്യസംഭവം എന്ന പോലെ
ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കാതലായ എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ ഇന്നത്തെ യൂത്തിനെ ബാധിച്ചിരിക്കുന്ന കാതലായ കുഴപ്പം. ഇവൻ 23 വയസ്സെന്ന് പറയുമ്പോൾ ഒരു 2002ലോ 2001ലോ 2003ലോ ജനിച്ച പയ്യനാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാതലായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ആഴത്തിലുള്ള ഒരു പഠനം നടത്തേണ്ടതാണ്. കാരണം ഇത് ഗുരുതരമായ ഒരു ഇഷ്യൂ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യാനായിട്ട് അവന്റെ മോട്ടീവ്? ഇവൻ പറഞ്ഞുണ്ടാക്കുന്ന കള്ളക്കഥകളല്ല. ശരിക്കുള്ള കാരണം എന്താണ്? അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും എങ്ങനെ ഇവനിത് ചെയ്യാനുള്ള ധൈര്യം വന്നു എന്നുള്ളതാണ്. 23 വയസ്സേ ഉള്ളൂ. അവനെ കണ്ടിട്ട് എന്തെങ്കിലും ശാരീരിക, മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നുന്നുമില്ല. അപ്പൊ എന്തായിരിക്കാം? ഇനി ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടതാണോ? എന്താണെങ്കിലും ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറിയിരിക്കുകയാണ്. ഒപ്പം ഈ ഒരു സംഭവത്തിന്റെ പുറകിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ മറനീക്കി എത്രയും പെട്ടെന്ന് പുറത്തു വരേണ്ടതുമാണ്. മറ്റൊരു വീഡിയോയുമായി വരാം.